തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 2.1 സെറ്റിനെ പറ്റിയാണ്. ആക്ച്വലി ഈ ഒരു സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിന് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്തെടുത്ത ഒരു സെറ്റാണിത്. 2 സൈഡ് ചാനലും ഒരു സബും കൂടി വരുന്ന ഒരു 2.1 സെറ്റാണ്. റൂമിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഫുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബോർഡ് എന്ന് പറഞ്ഞാൽ അത്ര മാരക പവർഫുൾ ആയിട്ടുള്ള ബോർഡൊന്നുമല്ല. TDA 2030 ഉപയോഗിച്ചിട്ടുള്ള ഒരു നോർമൽ 2.1 ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കാർ സ്പീക്കേഴ്സാണ് സൈഡ് ചാനലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 5 ഇഞ്ച് സബ് വൂഫറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാം കാണാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ അത്യാവശ്യം വെട്ടം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ഒരു സൈസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെഫറൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുറത്ത് കൊണ്ടുവച്ച് ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് അത്യാവശ്യം എന്താ പറയുക, ബെഡ്റൂമിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു സെറ്റാണ്. അതിൻ്റെ അടിയിൽ സബ് വൂഫർ വരുന്നുണ്ട്. അപ്പം ഒരു ബെഡ്റൂമിൽ പാട്ടൊക്കെ ഇടാനായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് ഫുൾ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒന്നും മെഷീൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്ലൈവുഡ് കട്ട് ചെയ്ത മെഷീനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയെല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും. പിന്നെ ഇതിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDA 2030 ഉപയോഗിച്ചിട്ടുള്ള 2.1 ബോർഡാണ്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. സാംകോണാണെന്ന് തോന്നുന്നു. ആ ബോർഡാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലങ്ങനെ മാരകമായ വാട്ട്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ട്സ് ആ ഒരു IC നമുക്ക് കിട്ടും. നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ ഹാളിൽ വെച്ചിരിക്കുന്ന സൗണ്ട് ബാറിൽ ഉപയോഗിച്ചിട്ടുള്ളതും സെയിം ബോർഡ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു ബോർഡാണ്. അത്യാവശ്യം ഹീറ്റ് ആവുന്നൊരു ബോർഡാണ്. അപ്പോൾ എന്തായാലും അതാണ് ഈ ഒരു ഈ ഒരു സെറ്റിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മേക്കിംഗ് ഭാഗം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇതെങ്ങനെയാണിത് ചെയ്തെടുത്തതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി സ്പെക്കൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.